നമ്മൾ പോത്തിനെ അങ്ങോട്ട് വന്നാണ് കേട്ടോ. പോത്ത് പൊതുവേ കളത്തിലുണ്ടാവാറ്, ഇവിടെ കാണാനില്ല കേട്ടോ. അപ്പോൾ ടെൻഷനായി, കാരണം പോത്തുകൾ ചിലപ്പോൾ നേര് പാടത്തേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. എന്താ മഞ്ഞ് നോക്കില്, പാടത്ത് മഞ്ഞ് വേണ്ട. എന്താ ശിബിരൊന്നും സ്കൂളില്ലല്ലോ, ശനിയാഴ്ചയില്ലേ വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ഫുൾ മഞ്ഞാണ്. വെള്ളത്തിൽ പോയി കിടക്കുന്നുണ്ടോ, ഇനി അവർ മെയിൻ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് പോത്ത് എവിടേക്ക് പോയി എന്ന് അറിയാണ്ട് ഗൈസ്. ഇതെന്താന്ന് ഇവിടെ എനിക്ക് ഇത് എന്താ പറയുക, നിങ്ങൾ കൊട്ടക്കുരു ആമക്കുരു എന്നൊക്കെ പറയണ്ട. നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പോത്തുകളെ അന്വേഷിച്ച് നടക്കണം ഗൈസ്. അപ്പോൾ പോത്ത് എവിടെ പോയെന്നൊരു പിടുത്തില്ല, നല്ല മഞ്ഞുണ്ട് വേണ്ട. അതാ കോഴികളൊക്കെ പോയിരിക്കണു. ഞാൻ കോഴി വണ്ടിയൊക്കെ കൂടെ ചോദിച്ചു. കണ്ടം പൂട്ടൽ കഴിഞ്ഞ് എന്താണ് നടിയിലൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പോയിട്ട് ഇനിയിപ്പോൾ പോത്തിനും പറ്റില്ലല്ലോ. ആദ്യം ഇവിടെ ഒന്നും ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഫുള്ളും ഇങ്ങനെ. ഇനി ഇവിടെ നല്ലൊരു പുല്ല് മുളയ്ക്കണ്ട. പിന്നെ ഇതാ ഈ ഒരു സൈഡിലും കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ആയിരിക്കണുണ്ട. പക്ഷെ ഇവിടെ താറാവിൻ്റെ സ്മെല്ല് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ പോത്ത് വെള്ളത്തിലുണ്ടാവുമോ, മേയാൻ പോയിരിക്കും, ഇനി അവിടെ പോയി തിരയണം എന്നുള്ള ടെൻഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും വെള്ളത്തിലില്ല, ചിലപ്പോൾ അറ്റത്ത് കിടക്കുകയും ചെയ്യും. വെള്ളത്തിലാണ് ഫുള്ളും വെള്ളമുണ്ട്. സ്വത്ത് വാ. അപ്പോൾ ഗൈസ് കാണാൻ പോത്തിനെ. അപ്പോൾ പോത്ത് വെള്ളത്തിലും ഇല്ല കേട്ടോ. ഇനി പോത്ത് എവിടെ പോയി എന്നുള്ള ആശങ്കയിലാണ് നമ്മളെപ്പോഴും പോത്തിന് ഇതുപോലെ തിരഞ്ഞു വരുമ്പോൾ വീഡിയോസൊന്നും എടുക്കാറില്ല കേട്ടോ. ഇത്തവണ എടുത്തിട്ടുണ്ട്. നോക്കിയോ, ഇനിയിപ്പോൾ ഇതുകൾ എവിടെ പോയി നിൽക്കണം നമുക്ക് പറയാനേ പാടില്ല. എനിക്കാണെങ്കിൽ ഇവിടേക്ക് പഞ്ചയും പാടമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പേടി കിട്ടാം. ഇതാണ്ട മയിലാണത്, എന്താ ഇത്? അല്ല ഗൈസ്, ഇതാണ്ട പാടം. പിന്നെ ഇവർ ആ അറ്റത്ത് ആ വീട് കാണുന്നുണ്ട്, പിങ്ക് കളർ. അതിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് ഒരു മേയാറുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിൽ തൊടിയിലൊക്കെ നമ്മൾ കൂടെ ഇല്ലാത്ത ടൈമിൽ ഒരു വരാറുള്ളൂ. അപ്പോൾ ആ തെരഞ്ഞു കൊണ്ട്, കാരണം ഇവിടെയൊക്കെ പഞ്ച് ഇട്ടത് കൊണ്ട് നമുക്ക് പേടിയാണ്. എന്തായാലും അവിടെ വന്ന് ഇറങ്ങുമെന്ന് വെച്ചിട്ട്. ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്, വെള്ളത്തിലും ഇല്ല. അപ്പോൾ നമുക്ക് ഇനി അപ്പു മേയ്ക്കാറുള്ള സ്ഥലത്തും കൂടെ പോയി നോക്കാം. നമുക്ക് നല്ല മഞ്ഞ്. ഓ ഗൈസ്, പോത്ത് അവിടെയും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോത്തിനെ അന്വേഷിച്ചത്. അപ്പോൾ ഇനി താഴത്തെ എവിടേക്കും പാടത്തേക്ക് പോയിട്ടുണ്ടോ നോക്കാൻ പോവുകയാണ് കേട്ടോ. അവിടെയൊന്നും പോത്തുകളെ കാണാനില്ല. അപ്പോൾ നമുക്ക് അവിടെയെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വീഡിയോ എടുക്കട്ടെ ഗൈസ്. ഗൈസിന് വേണ്ടത് അത് തിരിച്ചോടുകയാണ് പോത്ത്. ഞാൻ പറഞ്ഞില്ലേ തോടിൻ്റെ അപ്പുറത്താ വീടിൻ്റെ സൈഡ് അവിടെ ഉണ്ടാവാറുണ്ടെന്ന്. അപ്പോൾ അവിടെ എത്തിയിരിക്കുന്നുണ്ട്. പപ്പു വിളിച്ചതാട്ടാ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അവിടെ പഞ്ചയും പാടുണ്ട്, അതാ പേടി. നമുക്ക് നോക്കിയിട്ട് വരാം ഗൈസ്. ഇപ്പോൾ ഈ പാടത്തിൻ്റെ അവിടെയായിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ പുതിയ വഴി കൂടെയൊക്കെ പോണത്. നമുക്ക് ഈ വഴികളൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് പോണത്. ഇവിടെ ഏതോ കുളത്തിൻ്റെ അവിടെയാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ മിക്കൂനെ അവിടെ കൊടുത്തിട്ട് വന്നാണ് കേട്ടോ ഗൈസ്. അത് അവിടെ കണ്ടം പൂട്ടുന്നുണ്ട്. ഏതോ സാട്ടുകുളം വരുമ്പൊക്കെ പിന്നെ വൃത്തിയാക്കിയതുകൊണ്ട് പോകാൻ വലിയ കുഴപ്പമില്ല. അതാ അപ്പോൾ ഉണ്ട് ഗൈസ്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പോത്ത്. ആ നടുപാടത്തെത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യരുത്, കണ്ടോളൂ. ഞാൻ പറയാറില്ലേ പോത്തിനെ തിരഞ്ഞ് അവിടെ പോയി പിടിച്ചിട്ട് വന്നു, ഇവിടെ പോയി പിടിച്ചിട്ട് വന്നു എന്ന് വേണ്ട. ശരിക്കും പാടം പറഞ്ഞാൽ അയ്യോ എത്ര ദൂരം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത്രയും ദൂരത്തിലാണ് പോയി നിൽക്കുന്നത് ഗൈസ്. പോത്ത് വളർത്തുമ്പോൾ ഇതാണ് ഒരു പ്രത്യേകത കേട്ടോ. നമുക്ക് കാണിച്ചു തരാം പോത്തുകളെ. ഞാൻ പാടത്തിലൂടെയൊക്കെ നടന്നിട്ട് കുറേ കൊല്ലങ്ങളായിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ വരമ്പത്തൂടെയൊക്കെ പോകാറുണ്ട് കേട്ടോ. അവിടെ കണ്ടം പൂട്ടുന്നുണ്ട്. അതപ്പോൾ നമ്മൾ പോത്തിൻ്റെ അടുത്ത് എത്താറായിട്ട് ഗൈസ്. അപ്പോൾ ഒറ്റയ്ക്ക് ആട്ടിക്കഴിഞ്ഞാൽ അതാ അവിടെ ഉണ്ട്, കാണിച്ചേരാ ഗൈസ്. അതാണ് നമ്മുടെ പോത്തുമാർ. എത്ര നടുവിലാന്ന് പറയാം, എത്ര വലിയ പാടത്തിൻ്റെ നടുവിലാന്ന് പറയുന്നുണ്ട് ഗൈസ്. ഇത് ഫുള്ളും പാടമാണ്. ഇവർ ഇതാ വഴി കൂടെ ഇറങ്ങി, ആ വീടിൻ്റെ സൈഡ് കൂടിയുള്ള വഴി കൂടെ ഇറങ്ങി അവർ എന്താണ് അവരെന്തോ സാട്ടുകുളം എന്നെന്തോ പറയണ്ട. ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൻ്റെ അവിടെ എത്തിയതാണ്. നമ്മളവരെ തല്ലി കഴിഞ്ഞാൽ അവർ ഓടുന്നു പേടിച്ചിട്ട്, കാരണം ഇവിടെയൊക്കെ പഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. നെറ്റ് കെട്ടിയിരിക്കുന്നുണ്ട്. അപ്പം അവരതിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടാ. അതാണ് ഞാൻ പറയാറില്ലേ, പോത്തുകളിൽ വിട്ടേക്ക് നമ്മൾ അതുകളുടെ കൂടെ തന്നെ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പാടമൊക്കെ ആയതുകൊണ്ട് നമുക്ക് മിക്കവാറും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഈ പാടത്തൊക്കെ ഇനി ഫുള്ളും പൂട്ടൽ കഴിഞ്ഞ് നടും. അപ്പം അങ്ങനത്തെ ഉള്ള ടൈമിലൊക്കെ ഇവിടെ വന്ന് ഞാറ് തിന്ന് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, അതാ ഒരു പ്രശ്നം. അപ്പോൾ ആ പോത്തുകൾ അപ്പോൾ ഈ വെള്ളത്തിൽ കൂടിയൊക്കെ തന്നെ ആട്ടിയിട്ട് വരുന്നത് കേട്ടോ. അവർ മീഞ്ഞിട്ടൊക്കെയാണ് വരാറ്.
വരട്ടെ ഗൈസ്. ഞാനിവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഏതേ പോവേണ്ടത് എന്നുള്ള വഴിയൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിയൊക്കെ കാണുന്നതിന്. ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആട്ടിയിട്ട് വരുന്നതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വെള്ളവും ചളിയും എന്തൊക്കെയാണ്. ഞാനാണെങ്കിൽ തൊഴുത്ത് ക്ലീൻ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞതായിരുന്നു കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ നടുപാടത്താണ് നിൽക്കണം. നമ്മുടെ പോത്തപ്പന്മാരുണ്ട് എൻ്റെ പുറകിൽ കണ്ടുണ്ട. അവർ അത്രയും ദൂരം നടന്ന് ഈ നടുപാട് എത്തിയിട്ട ഗൈസ്. അല്ലെങ്കിൽ പൊതുവെ അവിടെ വൈക്കോലിട്ട ആ കളത്തിൽ അവർ മേയാറ്. പക്ഷെ ഇവിടെ എത്തിയിരിക്കുന്നു, ഇത്രയും ദൂരം എത്തിയിരിക്കുന്നു കേട്ടോ. നമുക്കെന്നെ അതിശയം തോന്നുന്നത് ഒരു തവണയില്ല, ഒരുപാട് തവണ അപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വഴിക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇന്നാണ് ഞാൻ വരുന്നത്. ഇതാണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഇവിടെയൊക്കെ ഇതാണ്ട കണ്ടം പൂട്ടൽ കഴിഞ്ഞു, ഞടിയിൽ കഴിഞ്ഞു, ഞാറിട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഫുള്ളും ഇവിടെ പാടങ്ങളായതുകൊണ്ട് ഞടിയിലും കാര്യങ്ങളും കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരാനേ പറ്റില്ല. പക്ഷെ ഇവന്മാർ വരുന്നതുകൊണ്ട് നമുക്ക് പേടിയാണ്. അത് അവരെ ആട്ടിയിട്ട് അപ്പോൾ പതി ആട്ടിയിട്ടാണ് വരുന്നത്. ചിലപ്പോൾ തല്ലിക്കഴിഞ്ഞ് ഓടുന്ന് വെച്ചിട്ടാ. അതുകൊണ്ട് എൻ്റെ പുറകിൽ കണ്ടമൊക്കെ പൂട്ടുന്ന കണ്ട. അതാ വേണ്ടി കേട്ടോ നമ്മുടെ പോത്തപ്പന്മാർ. ബാ 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 പാടത്തോടെ ആട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാടത്തോടെ ആട്ടിയിട്ട് ഇവർ ഇത് കയറുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവർ പോത്ത് വളർത്തുമ്പോൾ ടാസ്ക് പണി പറഞ്ഞതാണ് കേട്ടോ. ഇതിൻ്റെ പുറകെ ഓടാൻ ഒരാൾ വേണം, അത് നല്ല ആരോഗ്യമുള്ള ഒരാൾ തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വളർത്തൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കെട്ടിയിട്ട് വളർത്തണം. കെട്ടിയിട്ട് വളർത്തിയിട്ട് അങ്ങനെ ഒരു ദിവസം നമ്മൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടി വലിയ പണിയാണ്. നല്ല ഓട്ടം ഓടും പോത്തുകൾ. പശുക്കളെ പോലെ എല്ലാം നമ്മൾ വലിച്ചിട്ടിട്ട് ഓടും. അതുകൊണ്ട് പിന്നെയൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കുന്നതാണ് നല്ലത്. നമ്മളെന്തായാലും പെരുന്നാളിൻ്റെ ടൈമിൽ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഗൈസ്. അതാണ് നമ്മുടെ പോത്തുകൾ നാട്ടിൽ കൊണ്ട് പോകുന്നുണ്ട്. രണ്ടാൾ പോയി കഴിഞ്ഞാൽ പുറകിൽ തന്നെ വരും ഗൈസ്. അപ്പോൾ ഞാനിതാ വരമ്പത്തൂടിയാണ് പോകുന്നത്. കണ്ടാൽ നമ്മുടെ പോത്തുകൾ തന്നെ പണിയാണ് ഇതൊക്കെ നമുക്ക് ഗൈസ്. ഇതാ നമ്മുടെ പോത്തൊക്കെ വരെയുണ്ട് ഇവിടെ എത്തിയിട്ട്. ഇതെല്ലാം എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാരെയും കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പോത്ത് ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? പോത്ത് ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഇന്നലെ ആ സൈഡായിരുന്നു നമ്മൾ പാടത്തിൽ മേയ്ക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടില്ലേ. അപ്പോൾ അത് കാണുന്നവർക്കറിയാം. നമ്മളവിടെ ഇപ്പോൾ ഈ വെള്ളമോ പഞ്ചൊന്നും ഇല്ലാത്ത ടൈമിൽ ഇപ്പോൾ പൂട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ ആ സൈഡായിരുന്നു കേട്ടോ നമ്മൾ മേയ്ക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അവിടെയും ഇപ്പോൾ ഫുള്ളും കനാൽ വെള്ളം വന്നുകൊണ്ട് ഫുള്ളും നിറഞ്ഞ് ഇതുപോലെ കണ്ടം പൂട്ടലൊക്കെ കഴിഞ്ഞതുകൊണ്ട് അവിടെയും വിടാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷെ അവരിന്നലെ അവിടേക്ക് ഓടി. അപ്പോൾ ഇന്നലെ ഇതേപോലെ ഒറ്റയ്ക്ക് പോയിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പോകുമ്പോഴേക്കും അപ്പോൾ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ആട്ടിക്കൊടുന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി അതേ ഇപ്പോൾ പോവാ അറിയില്ല. ഇതിൽ തന്നെ ആക്ക്, ഞാൻ അതിൽ മേലെ കൂടെ വരാം. അപ്പോൾ ഗൈസ് ഞാൻ ഇതേ പോകാൻ പറ്റുമോ? ഞാൻ ഇതേ വരുന്നില്ല, നിങ്ങൾ ഇതേ വാ. അപ്പോൾ പോത്തപ്പന്മാരെയും കൊണ്ട് അപ്പോൾ ഈ സൈഡ് വരും. ഫോൺ വേണോ? അതവിടെ മെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ സൈഡ് കൂടെ പോട്ടെ ഗൈസ്. കാരണം എന്താ വെച്ചാൽ അവിടെ ഫുൾ ചളിയാണ്. അപ്പന്മാർ ആദ്യം കയറണ്ട. ഇപ്പോൾ അമ്മോ ഇവിടെയൊക്കെ ഫുൾ ചളിയാണ്. രാവിലെ എണിച്ച് കുളിക്കേണ്ടായിരുന്നു നോക്കുന്നു. ഞാൻ തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുളിയും കഴിഞ്ഞു. കാരണം വളമൊക്കെ വാരി കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല. അപ്പോൾ വൃത്തിയാക്കി നമ്മൾ വൃത്തിയായിരിക്കണമല്ലോ അതിന് ശേഷം, അല്ലെങ്കിൽ ചൊറിയോ കാര്യങ്ങളൊക്കെ വന്നാലോ എന്ന് വെച്ചിട്ട് അപ്പം തന്നെ കുളിയും കഴിയും കേട്ടോ. പക്ഷെ ഇങ്ങനെ വിരലൊക്കെ ഉണ്ട് മേയ്ക്കാൻ വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും കുളിക്കാണ്ടിരിക്കണതാണ് നല്ലത്. അപ്പോൾ മരുതാ മേയുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ പോത്ത് ജീവിതം ശരിക്കും നമുക്ക് നെട്ടിൻ്റെ പണിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ശരിക്കും കണ്ടിരിക്കണം കേട്ടോ. നല്ല രസമില്ല പക്ഷെ കാണാൻ പാടം പൂട്ടലും. പിന്നെ വീഡിയോയ്ക്ക് എത്ര ക്ലാരിറ്റി കുറവെന്താ വെച്ചാൽ നല്ല മഞ്ഞുണ്ട് കേട്ടോ, നല്ല മഞ്ഞുണ്ട്. അതാണ് ഞാൻ അധികം കയറിയിട്ടാ. പോത്തിനെ അപ്പോൾ അധികം ആട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ വരമ്പത്തൂടെ ഒരു നടക്കില്ല. അപ്പോൾ അത് അധികം കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതേ ഗൈസ് അപ്പോൾ ഇവന്മാർ രണ്ടാളും വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. അവനവിടെ അപ്പൂനെ ഇട്ട് ഓടിക്കുകയാണ് വരമ്പത്തൂടെ. എന്നിട്ട് വരാണ്ട് ബാ 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 ഇവന്മാർ അവരെയും നോക്കി നോക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗുണ്ടൻ പോത്ത് അതാ അപ്പുറത്ത് എങ്ങോട്ടായിട്ടുമ്പോൾ അങ്ങോട്ട് ഓടുന്നുണ്ട്. അവൻ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഇവരാകുമ്പോൾ വിളിച്ച വഴിക്ക് വരും. ഞാൻ വിളിച്ചപ്പോൾ വെന്നു തോന്നുന്നു. ബാ ബാ ബാടാ ബാ 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 ബാ
അതേ വേടാ ബാ ബാ ബാ. ഓക്കെ സാർ നമ്മൾ പോത്ത് തട്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഗുണ്ടൻ പോത്ത് അപ്പുറത്തെ സൈഡ് പോയിട്ട് അവൻ അധികം കൂടെ താഴെ കൂടെ വരുന്നുണ്ട്. ഗുണ്ടൻ പോത്തിനെ നോക്കി നിൽക്കണ്ട ഗൈസ്. വരുവാടാ നടക്കുക. നിങ്ങൾ നടന്നോ. അവൻ വരുന്നുണ്ട്. അപ്പോൾ അതാ ആട്ടാൻ പോയിട്ടുണ്ട് ഗുണ്ടനെ. അവൻ ആട്ടാൻ പോയത് അവൻ നടുപ്പാടത്തേക്ക് ഓടി ഗൈസ്. അതാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ആട്ടി കയറ്റിയപ്പോൾ അവൻ വന്നില്ല, അവിടെ തന്നെ നിന്നു. അപ്പോൾ ആട്ടാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ 3 ആൾ ഒന്നിച്ചേ നടക്കുള്ളൂ. ഇവൻ്റെ തലയിൽ വീഴ്ച വേണ്ട കേട്ടോ. നമ്മുടെ പോത്തുകൾ നടക്കുന്നു ഗൈസ്. നടക്കട്ടെ. മേടാ അവൻ വരും ഗൈസ്. ഗുണ്ടൻ പോത്ത് ഇവരെ കാണാൻ വേണ്ടി ഓടിയായിരുന്നില്ല. ഇവരെ കാണാണ്ട് അവൻ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അവൻ പാടത്തേക്ക് ഓടിയതാണേ. ഇവർ രണ്ടാളും കറക്റ്റ് വെള്ളത്തിൽ വന്ന് ഇറങ്ങി. നോക്ക് അവൻ്റെ വായിൽ കരച്ചിട്ട് പാവം. ഇവർ 3 ആളും കാണാണ്ട് നിൽക്കില്ല കേട്ടോ ഗൈസ്. അതാണ് നമുക്ക് പിന്നെ ഓരോരുത്തരായിട്ട് കൊടുക്കാനുള്ള പേടി. നമ്മൾ ഗുണ്ടന് മാത്രം കൊടുക്കണം വിചാരിച്ചാണ് കേട്ടോ. പിന്നെ നമുക്ക് ഓരോരുത്തരെയും കൊടുക്കാനുള്ള സങ്കടം കൊണ്ടാണ് നമ്മൾ കൊടുക്കാത്ത കേട്ടോ. 3 ആളെ ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ 3 ആളെ ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഇനി ഇവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളം കൊടുക്കുക, കെട്ടിയിടുക. നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിരിക്കും. ബൈ.